ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 തുല്യതാ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 മാർക്കിൻ്റെ മാത്രം ഡിസ്കസ് ചെയ്താൽ പോരല്ലോ അല്ലേ? അപ്പം നമുക്കിനി 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരതം നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ പോയി കാണണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ പ്രധാനമായിട്ടും 3 വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ടിട്ടുള്ള 3 പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓർമ്മയില്ലേ? എല്ലാവരും മറന്നുപോയോ? രാഷ്ട്ര നിർമ്മാണം ആദ്യത്തേതാണ്. രാഷ്ട്ര നിർമ്മാണം. രണ്ടാമത്തേത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക. രണ്ടാമത്തെ വെല്ലുവിളിയാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക. മൂന്നാമത്തേത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. ഇതാണ് ഇന്ത്യ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. രാഷ്ട്ര നിർമ്മാണം, നമുക്കിങ്ങനെ ഫ്രീഡം കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഒരു രാഷ്ട്രം നിർമ്മിക്കണ്ടേ? നമ്മുടെ ഇന്ത്യ എന്നൊക്കെ ഒരു ഓർഡർ ഇല്ലാതല്ലേ കിടന്നേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒരു രാഷ്ട്രം നിർമ്മിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തേതോ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകണം. ആദ്യം നമ്മൾ രാഷ്ട്രം നിർമ്മിക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകണം. മൂന്നാമത്തേതാണ് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കണം. ഇത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് അന്നത്തെ കാലഘട്ടത്തിൽ സ്വതന്ത്ര ഇന്ത്യ നേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്നും ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്നറിയാം? വിഭജനമായിരുന്നു കേട്ടോ ആദ്യത്തെ. അതായത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ടാണ് ഇന്ത്യ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് ഏതായിരുന്നു സിദ്ധാന്തം? ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ 2 നേഷൻ തിയറി. അപ്പോൾ ഈ വിഭജന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് 2 വ്യത്യസ്ത ജനവിഭാഗങ്ങളാണെന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ പാർട്ടി മുന്നോട്ടേക്ക് വെക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിഭജനം സാധ്യമായത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണ സമയത്തെ ആദ്യം നമ്മൾ ഈ 3 വെല്ലുവിളികൾ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 3 വെല്ലുവിളികൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ വരുന്നത്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിൽ വിഭജനത്തിനെ കുറിച്ച് പറയാം, വിഭജനത്തിൻ്റെ പ്രക്രിയ പറയാം, പ്രത്യാഘാതങ്ങൾ പറയാം. അടുത്തതാണ് നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. ഇപ്പം ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിലുണ്ടല്ലോ 2 മേഖലകളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? 1 നാട്ടുരാജ്യങ്ങളും 2 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും. ഈ നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് തന്നെ നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ അന്ന് ഒരു 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനൊക്കെ നമ്മൾ സംയോജനം നടത്തുക അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്നിപ്പിക്കുക എന്ന് പറയണത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇന്ത്യക്ക്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ല, മറിച്ച് അവർ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് അനുനയിപ്പിച്ചിട്ട് നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നേ. പിന്നുള്ളതാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അതായത് ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്നത് പറയുന്നത് ചെറിയൊരു കാര്യമായിരുന്നില്ല. അതും ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 4 മാർക്കിനൊന്നല്ല, അതൊരു ഏകദേശം പറഞ്ഞു വന്നപ്പോൾ നമുക്കൊരു 5 മാർക്കിനൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. ചെറിയ മാർക്കിന് വരികയാണ്, വെറും വെല്ലുവിളികൾ മാത്രമാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെല്ലുവിളി എഴുതണം. രണ്ടാമത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക. മൂന്നാമത്തത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. അത് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിശാലാന്ധ്ര പ്രസ്ഥാനം എന്നാൽ എന്ത്? ഇതെവിടെയോ കേട്ടൊരു ഓർമ്മ ഇല്ലേ? ഉണ്ടാവണം കേട്ടോ. അതായത് നമ്മൾ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറഞ്ഞ പാർട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷാ പ്രദേശങ്ങൾ ചേർത്ത് ആന്ധ്ര പ്രസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിട്ടാണ് ഈ വിശാലാന്ധ്ര പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്.
മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷാ പ്രദേശങ്ങൾ ചേർത്ത് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശാലാന്ധ്ര പ്രസ്ഥാനം തെലുങ്ക് മേഖലയിൽ ആരംഭിച്ചു. എവിടെയാണ്? തെലുങ്ക് മേഖലയിലാണ് ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ്. നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും അല്ലേ? വിശാലാന്ധ്ര പ്രസ്ഥാനം. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോറ്റി ശ്രീരാമുലു ആണ് 1952 അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചത്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പോറ്റി ശ്രീരാമുലു ആണ് അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചത് കേട്ടോ. അദ്ദേഹം ഈ ഉപവാസാനന്തരമാണ് മരിക്കുന്നത്. അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 1952 കാലഘട്ടത്തിലാണ്. ചിലപ്പോൾ ഈ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിശാലാന്ധ്ര പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഒരു അപ്പുറത്ത് എവിടെയെങ്കിലും ഈ പോറ്റി ശ്രീരാമുലു എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ ഏതാണ്? പോറ്റി ശ്രീരാമുലു. ഏതാണ്? വിശാലാന്ധ്ര പ്രസ്ഥാനം. അങ്ങനെയാണ് 1952 പുതിയ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഏത് പ്രസ്ഥാനത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ ഏതാണ്? വിശാലാന്ധ്ര പ്രസ്ഥാനം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുമല്ലോ. ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്നതിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകൾ വിവരിക്കുക. ഇതും കഴിഞ്ഞൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു അല്ലേ? ചരിത്ര സംഭവമായിരുന്നു നമ്മൾ പറഞ്ഞു. ഏത് ഇയറാണ്? 1951 മുതൽ 52 വരെയുള്ള കാലഘട്ടമായിരുന്നു ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആരായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ ആണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കേണ്ടി വന്നു. ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കി. ആകെ 17 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ പ്രചാരണം, പോളിംഗ്, വോട്ടെണ്ണൽ എന്നിവയ്ക്ക് 6 മാസത്തോളം സമയമെടുത്തിട്ടുണ്ടായിരുന്നു. സാർവത്രിക പ്രായപൂർത്തി അടിസ്ഥാനത്തിലായിരുന്നു വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. 15% വോട്ടർമാർ മാത്രമാണ് സാക്ഷരതരായിട്ടുള്ള ആൾക്കാരുള്ളൂ. ഇത്രയും വലിയൊരു രാജ്യത്ത് ആദ്യത്തെ വോട്ടെടുപ്പാണ് കേട്ടോ നടന്നിട്ടുള്ളത്. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പാണെന്ന് ആലോചിക്കണം അല്ലേ? ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കാര്യങ്ങളും ഉണ്ടോ? ഇല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും തമ്മിൽ താരതമ്യം ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചു തരാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ടേബിളിലുള്ളത്. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ടേബിളിലൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് കാലഘട്ടം. പദ്ധതി തയ്യാറാക്കിയത് KN രാജാണ്. KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. ഏത് ഇയറാണ്? 1951 മുതൽ 56 വരെ. ഇത് കാർഷിക പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പതുക്കെ മുന്നേറുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്താണ്? പതുക്കെ മുന്നേറുക എന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പതുക്കെയാണ് കേട്ടോ ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തത് കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകി. ഇവിടെ ഏതിനാണ് ഊന്നൽ നൽകിയത്? കാർഷിക മേഖലകൾക്കാണ്. അതുകൊണ്ടാണ് കാർഷിക പ്ലാൻ എന്നുള്ള പേരിൽ ഇതറിയപ്പെട്ടത്. കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കാർഷിക പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഭൂപരിഷ്കരണം പോലെയുള്ള നയങ്ങൾക്ക് മുൻഗണന നൽകി. ഭൂപരിഷ്കരണങ്ങൾ പോലെയുള്ള നയങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് മുൻഗണന നൽകിയിട്ടുള്ളത്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് പോലെയുള്ള വലിയ അണക്കെട്ടുകൾ ഇക്കാലത്ത് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ബക്രാനങ്കലും അതേപോലെ തന്നെ ഹീരാക്കുഡ് എന്ന് പറയുന്ന വലിയ അണക്കെട്ടുകളൊക്കെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞല്ലോ. ഇനിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 61 വരെയാണ്. ആദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് കാലഘട്ടമാണ്? 1951 മുതൽ 56 വരെയാണ്. അപ്പോൾ രണ്ടോ 56 മുതൽ 61 വരെ. ഇതാരാണ് തയ്യാറാക്കിയത് പ്ലാന്? PC മഹലനോബിസ് ആണ് തയ്യാറാക്കിയത്. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ആരാണ് പ്ലാൻ തയ്യാറാക്കിയത്? PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പ്ലാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയോ കാർഷിക പ്ലാൻ. കാർഷിക പ്ലാൻ, ഇതോ വ്യാവസായിക പ്ലാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ത്വരിതഗതിയിലുള്ള വളർച്ച എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. എന്താണ്? ത്വരിതഗതിയിലുള്ള വളർച്ച. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എങ്ങനെയായിരുന്നു? പതുക്കെ മുന്നേറുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെയാണ് ത്വരിതഗതിയിലുള്ള വളർച്ച. ഇതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. പിന്നെ ഘനവ്യവസായങ്ങൾക്കാണ് ഇവർ ഊന്നൽ നൽകിയത്. ഒന്നാമത്തേതോ കാർഷിക മേഖലയ്ക്കാണ്. അപ്പോൾ രണ്ടാമത്തേത് ഘനവ്യവസായങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അതുകൊണ്ടാണ് വ്യാവസായിക പ്ലാൻ എന്നുള്ള പേരിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഇനി വൈദ്യുതി, റെയിൽവേ, ഉരുക്ക് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ മുതൽ മുടക്ക് നടത്തിയിട്ടുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. എവിടേക്കാണ്? വൈദ്യുതി, റെയിൽവേ, ഉരുക്ക് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ. അപ്പോൾ ഇതാണ് കേട്ടോ പഞ്ചവത്സര പദ്ധതികൾ തമ്മിലുള്ള, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. മാക്സിമം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് കേട്ടോണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ.